ആ പുസ്തകത്തിൽ പറയാണ്, ഇപ്പൊ നിങ്ങൾക്കറിയാം ഇന്തോനേഷ്യ ഞാൻ കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്കപ്പുറത്ത് RSSന്റെ ബാബുമായി ഞങ്ങള് ഒരു വേദി പങ്കിടുകയാണ്, ഒരു മാനവിക സൗഹാർദ്ദ സമ്മേളനം. അപ്പൊ അതിലെ RSSനെ പ്രതികരിച്ചുകൊണ്ട് ബാബു പറഞ്ഞു, നിങ്ങൾ നോക്ക്, ഇന്ത്യക്കാരുടെ മഹാസഹിഷ്ണുത, അതൊരു സംശയമില്ല കേട്ടോ, ഇന്ത്യക്കാർ മഹാസഹിഷ്ണുക്കളാണ്. പക്ഷേ സഹിഷ്ണുത ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത് ഇവിടുത്തെ ഹൈന്ദവരുടെ സഹിഷ്ണുത കൊണ്ടല്ലേ എന്നായിരുന്നു ബാബുവേട്ടൻ പറഞ്ഞത്. ഞാൻ ബാബുവേട്ടനോട് പറഞ്ഞു, അതല്ല ബാബുവേട്ടൻ, ഇന്ത്യക്ക് സഹിഷ്ണുത ഉണ്ട്, ഇന്ത്യ മഹാസഹിഷ്ണുതയുടെ നാടാണ്, ഒന്നും സംശയമില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അധികരിക്കാനുള്ള കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അതെന്താ? ഇന്ത്യ രാജ്യക്കാരുടെ സഹിഷ്ണുത കൊണ്ടല്ല ഇസ്ലാം വളർന്നത്. ഇന്ത്യ രാജ്യത്തെ ഒരു വിഭാഗം സവർണ മേധാവികൾക്ക് സഹിഷ്ണുത തീരെ അല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാം വളർന്നത്. അതെന്താ പറഞ്ഞേ? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് മനുസ്മൃതിയുടെ ഒന്നാമത്തെ അധ്യായത്തിലെ 100ാമത്തെ വാചകം എന്താ? ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ ഉത്തമനാ. അതുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞെന്തറിയോ? ജാതീയതയിൽ ഞെരിഞ്ഞമർന്ന ഒരു സാമൂഹിക സംഭവ ലോകമായിരുന്നു ഇന്ത്യ. ഇസ്ലാം അങ്ങോട്ട് കടന്നു വന്നപ്പോ എന്തുണ്ടായി? ജാതീയതല്ല, ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാ എല്ലാരും. ബാന്ധവ മാനവ സർവേ സ്വദേശാഭിമനത്രയം എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു. മനുഷ്യരൊക്കെ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാ. ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്ത വാഹിദ, 23-ാം അധ്യായം 52-ാമത്തെ വചനം, 92-ാമത്തെ വചനം, 2-ാം അധ്യായം 213-ാമത്തെ വചനം, 49-ാം അധ്യായം 13-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലേ? അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹൈന്ദവർ ഇസ്ലാം സ്വീകരിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞാണ്. ഒരു പറയനോ ഒരു പൊലയനോ ക്രിസ്ത്യാനി ആയാൽ പറയൻ ക്രിസ്ത്യൻ, പൊലയൻ ക്രിസ്ത്യൻ എന്നിന്നെ പറയാ. ഞാൻ പറഞ്ഞല്ല, ബി ആർ അംബേദ്കർ ദലിതനായിരുന്നു. അതുകൊണ്ട് ചാക്കിട്ട് നിലത്തിരുന്നാ പഠിച്ചേ. ബെഞ്ചിൽ കുട്ടികളെ കൂടെ ഇരിക്കാൻ പാടില്ലായിരുന്നു, തൊടാൻ പാടില്ലായിരുന്നു. പഠിക്കണം നിങ്ങള്. ബി ആർ അംബേദ്കറിന്റെ വാട്ടർ ടാപ്പ് എന്ന് കുട്ടികളുടെ കൂടെ ഇങ്ങനെ കൈവച്ച് വെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മാറി നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുടിക്കേണ്ട ദയനീയത ഒരു ഭരണഘടനാ ശില്പിക്കുണ്ടായിരുന്നു ഈ മണ്ണില്. അറിയണങ്ങള്. അവിടെ ഇസ്ലാം സുരക്ഷയാണ്. ഇസ്ലാം പറയുന്നെന്താ? ബാല വാ, സുരേന്ദ്ര വാ, കറുത്തവനെ നോക്ക്. അള്ളാന്റെ റസൂൽ ഒരു കറുത്ത മനുഷ്യനെ കണ്ടു. അയാൾക്ക് നബി ഹസ്തദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ കൈ നിറച്ചും പരിക്കൻ, എന്തോ കുരുണ്ടായതുപോലെ. റസൂൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്തത്, എന്തായി ഇത്? അപ്പൊ അദ്ദേഹം പറയുന്നു, റസൂലെ മമ്മട്ടി പിടിച്ച തായമ്പ. കൈക്കോട്ട് എന്ന് പറയുന്ന സാധനമല്ലോ മമ്മട്ടി, അത് പിടിച്ച തായമ്പ. അപ്പൊ എന്താ ഉണ്ടായത്? ഇനി ശ്രദ്ധിച്ചോളി, അതാ മതം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുന്ന മുദ്രാവാക്യം വെക്കാനും മുഷ്ടി ചുരുട്ടാനും എളുപ്പാ. പക്ഷെ റസൂല് തീർത്ത വിപ്ലവ ചരിത്ര ഗാഥ ലോകത്തൊരു വിപ്ലവകാരിക്കുണ്ടായിട്ടില്ല. പോളണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് പറഞ്ഞ എന്താ അറിയോ? കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഭക്ഷണം ചോദിക്കാൻ അവകാശം ഉണ്ടായിരുന്നു, വസ്ത്രം ചോദിക്കാൻ അവകാശം ഉണ്ടായിരുന്നു, പാർപ്പിടം ചോദിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ കയറുമ്പോൾ മിണ്ടാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ല, പോളണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് ലോകത്തിന് എഴുതി പഠിപ്പിച്ചു കൊടുത്തൊരു യാഥാർത്ഥ്യം. അവിടെ കേട്ടോ, ആ പരിക്കം കൈ ഇങ്ങനെ പിടിച്ചല്ലോ. അപ്പൊ ഇത് തയമ്പാന്ന് പറഞ്ഞപ്പോ റസൂൽ എന്തേ ചെയ്തേ അറിഞ്ഞോ? ഇങ്ങട് മുത്തുനബി എന്തേ ചെയ്തേന്ന് അറിഞ്ഞോ? കരുണാവൻ നബി മണിമുക്തി രക്തമോ എന്ന് ശ്രീനാരായണ ഗുരു വെറുതെ പറഞ്ഞ ആ കൈ രണ്ടും കെട്ട് ഉയർത്തി ചുംബിച്ചു. കറുത്ത തയമ്പുള്ള ആ കയ്യിൽ, വെണ്ട് കീറിയ കയ്യിൽ പ്രവാചകന്റെ ആദരങ്ങൾ ചുംബനം പൊഴിച്ചു. എന്നിട്ട് ആ 2 കൈ എല്ലാരും നോക്കി നിൽക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മനുഷ്യരെ, അല്ലാഹു റസൂൽ ലോകത്തെ ഏറ്റവും ആദരിക്കുന്ന കൈ. ഈ മതം സ്റ്റേജിലുള്ളോല്, ഈ മതം കൊണ്ടിട്ടുണ്ടോ സദസ്സിലുള്ളോല്, ഈ മതം കൊണ്ടിട്ടുണ്ടോ ഈ മഹാപ്രസ്ഥാനത്തിന്റെ മെമ്പർമാർ? എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇല്ല, കഴിയില്ല. അല്ല, ഇസ്ലാമാകുന്ന സിംഹത്തിന്റെ പൂട പഠിച്ചോ? ഉണ്ടോ? ചണ്ഡീകരണം നടത്തിയ ഹിമ്മത്തിനെ ബലല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഒരാട്ടം ബോംബിനേക്കാൾ വലിയൊരു ശക്തി ഉണ്ട്, ഇച്ഛാശക്തി. അല്ലാണ്ട് നാട്ടുകാർ വിളിക്കുന്നതിനൊത്ത് നമ്മൾ തുള്ളല്ല. പ്രബോധക സംഘങ്ങളുടെ ചുക്കാൻ പിടിച്ചിട്ട്, പങ്കായം പിടിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ദിക്കിലേക്ക് കപ്പലോട്ടിക്കാൻ കഴിയണം നമുക്ക്.
അല്ലാണ്ട് നാട്ടുകാരും കുട്ടികളും വന്ന് ഇങ്ങനെ നിൽക്കും, അതിന്റെ പിന്നാലെ അങ്ങനെ പോവില്ല. നമ്മൾ നയിക്കും ഈ ജനതയെ, ഈ ഉമ്മത്തിനെ. ഇവിടുത്തെ രാജകൊട്ടാരങ്ങളിൽ നമ്മൾ മാർഗദർശനം ചെയ്യും. അത് ഇസ്ലാം. അതുകൊണ്ടാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, ആശ്ചര്യത്തോടു കൂടി പറയണ ക്ലിപ്സത്ത് പഠിച്ചിട്ട് 1-ാം വാള്യം 195 മുതൽ 206 വരെയുള്ള പേജ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, ഞാൻ ചരിത്രത്തെ മോക്കെഴുതിയ ലേഖനങ്ങളാണ്, കത്തുകളാണ്. അപ്പൊ അതിൽ പറയണ നെഹ്റു സൗദി അറേബ്യ ചരിത്രത്തിലൊന്നും ആയിരുന്നില്ല. സൗദി അറേബ്യ ചരിത്രത്തിലൊന്നും ആയിരുന്നില്ല. എങ്ങനെ ഇവർ ഈ അത്ഭുതം 23 കൊല്ലം കൊണ്ട്, വെറും 23 കൊല്ലം കൊണ്ട്, 4 നൂറ്റാണ്ടിനുള്ളിൽ ഏത് ജനത ഡാർക്ക് ഏജിൽ ജീവിച്ചൊരു ജനത, വൈകാനോ മുബീൻ, വ്യക്തമായ വൈകേടിലായിരുന്ന ഒരു ജനത, ആ ജനതയെ 23 കൊല്ലം കൊണ്ടാ എല്ലാ തിന്മയെന്നും മോചിപ്പിച്ചത്. 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച മഹാചക്രവർത്തിമാരാക്കിയത്. ആലോചിക്കണം, മഹാചക്രവർത്തിമാരാക്കിയത്. നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ പോലീസ് സൂപ്രണ്ടുമാരിൽ IPS പട്ടികയിൽ അറിയപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആരാ? അലക്സാണ്ടർ ജേക്കബ്. പത്രത്തിൽ നല്ല വെണ്ടക്കേല് കാണുന്ന ജയിൽ സൂപ്രണ്ടായ അലക്സാണ്ടർ ജേക്കബ്. അലക്സാണ്ടർ ജേക്കബ് നെറ്റിൽ പ്രസംഗിക്കുന്നുണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ. ഇസ്ലാമിന്റെ അജയ്യത്തെ കുറിച്ച്, ഇസ്ലാം ലോകത്ത് വരുത്തിയിട്ടുള്ള രാഷ്ട്രീയ വിപ്ലവത്തെ കുറിച്ച്, ഭൗതികമായ കാഴ്ചപ്പാടുകളെ കുറിച്ച്, ഇസ്ലാം ഉണ്ടാക്കിയ തഹസീൽദാർ എന്ന സംവിധാനത്തെ കുറിച്ച്, ജില്ലാ കലക്ടർ എന്ന സംവിധാനത്തെ കുറിച്ച്, ഗതാഗത സൗകര്യങ്ങളെ കുറിച്ച്, ഇറിഗേഷൻ പ്രൊജക്ടുകളെ കുറിച്ച്, ഇസ്ലാമിന്റെ കോടതി സംവിധാനത്തെ കുറിച്ച്, ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നിയമങ്ങളെ കുറിച്ച്, ഇസ്ലാമിന്റെ രക്ഷാശിക്ഷകളുടെ വാതായനങ്ങളെ കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് IPS, അദ്ദേഹത്തിന്റെ പ്രസംഗം പോലും നിങ്ങൾ കേട്ടു രോമാഞ്ചം ഉണ്ടാവും നമുക്ക്. അതിനെവിടെയിലേക്ക് കേൾക്കാൻ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ മുമ്പിൽ യൗവനം പൊളിഞ്ഞു പോയ യുവതി യുവാക്കളോട് ഞാൻ എന്ത് കണ്ടക്ഷോഭം ചെയ്തിട്ടുണ്ടാ? വനരോധനമായി ഈ ചാവക്കാടിന്റെ മണ്ണിൽ ഈ ശബ്ദം അവസാനിക്കാതിരിക്കട്ടെ, എനിക്ക് പറയാനുള്ളത്. വനരോധനമായി തീരാതിരിക്കട്ടെ. നെഞ്ചകത്ത് ചെന്ന് അരയാലിലെ പോലെ അവരെ സ്പന്ദനം ചെയ്ത ചിന്താ വിപ്ലവം, അതാണല്ലോ ഇസ്ലാം. അതാ ഇസ്ലാം. അതുണ്ടാക്കി ഇസ്ലാം. ലോകത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവും. ജീവിതത അവിടെ മതം നൽകുന്ന സുരക്ഷിതത്വം എന്താ? എല്ലാരും മക്കൾക്ക് അസുഖം, ഭാര്യക്ക് അസുഖം, ഉമ്മ മരിച്ചു, ബാപ്പ മരിച്ചു, കച്ചവടം ഒഴിവായി, ഒന്നുമില്ല. താടി വെച്ചപ്പോ എല്ലാരും തള്ളിക്കളഞ്ഞു, മീശ വെട്ടിയപ്പോ എല്ലാരും തള്ളിക്കളഞ്ഞു, നരിയാണിന്റെ മേലേക്ക് പേൻസങ് ഉയർന്നപ്പോ എല്ലാരും തള്ളിക്കളഞ്ഞു. നിങ്ങളൊരു ഡോക്ടറല്ലേ, നിങ്ങളൊരു എഞ്ചിനീയർ അല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുമോന്ന് ചിലർ ചോദിച്ചു. മതപണ്ഡിതന്മാർ പോലും ചോദിച്ചു. അവിടെ ഒന്ന് ഓർക്കണേ, എന്റെ അനുജന്മാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹം എന്ന് പറയുന്നത് എന്തിനറിയോ? തെറ്റുകൾ ചെയ്യുന്നവനെ തിരുത്താത്തവൻ സ്നേഹമുള്ളവനല്ല. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. സത്യവിശ്വാസിയും വിശ്വാസിനും പരസ്പര സുഹൃത്തുക്കളാ. തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടവരാ, പഠിപ്പിക്കേണ്ടവോ പഠിപ്പിക്കേണ്ടവരാ, അവസരം അറിഞ്ഞ് പെരുമാറേണ്ടവരാ, മണ്ണും വിത്ത് വിറക്കേണ്ടവരാ. അതിറക്കേണ്ട സന്ദർഭത്തിൽ ഉണ്ടാക്കേണ്ടതാ. മനുഷ്യർ രക്ഷപ്പെടണം, മാനവകുലം രക്ഷപ്പെടണം. നോക്കേ, ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങിക്കോട്ടെ. ഇവിടെ സുരക്ഷിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, മതം സുരക്ഷിതമാകുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ജീവിതത്തിലെ ഏത് ഘട്ടമാണ് മതം സുരക്ഷിതമാക്കാത്തത്? വലനബലുവന്നക്കും, അതേ പറഞ്ഞു വന്ന്, വലനബലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ ഇസ്ബിറു വസാബിറു വറാബിത്. എന്തൊക്കെ ആയത്തുകൾ? സൂറത്ത് ബഖറ 2-ാം അധ്യായം 155. ആ ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ ഒന്നുകൂടെ ക്ലിയർ ചെയ്തോട്ടെ. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വുൻ ലക്കും. നിന്റെ ഭാര്യ നിനക്ക് പരീക്ഷണമാണ്, ശത്രുവാണെന്നാ പറഞ്ഞേ. നിന്റെ മക്കൾ നിനക്ക് ശത്രുവാകും, ആവാം. അപ്പൊ നീ കരുതണം, വിട്ടുവീഴ്ച ചെയ്യണം, വിശാലത കാണിക്കണം, മാപ്പ് കൊടുക്കണം. ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം 64-ാം അധ്യായം 14-15 വാചകങ്ങൾ. ഇതൊക്കെ ഉണ്ടാവും. വലനബലുവന്നക്കും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയപ്പാട്, പട്ടിണി, ദാരിദ്ര്യം, മക്കളുടെ നാശം, ഭർത്താവിന്റെ മരണം, കൃഷിയിടങ്ങളും നശിച്ചു പോകൽ. വബശിരി സ്വാബിരീൻ, ക്ഷമിച്ചോളീൻ. കേരളത്തില്, ഇന്ത്യയില്, ഇപ്പൊ ഒമാൻ, കഴിഞ്ഞ ദിവസം പഠന റിപ്പോർട്ടാ പറയുന്നത്. ഒമാനിലെ ഒരു പഠനം,
ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന രാജ്യക്കാരാരാണ് ഒമാനില്? 6 ദിവസത്തിൽ ഒരാള്. ഒക്കാര ഇന്ത്യക്കാര്. അറബികള് സാധാരണ ഈ ലിട്ടൻ ചായ കണ്ടിട്ടില്ലേ മക്കളെ? അതിങ്ങനെ പൊക്കിയിട്ട് അറബികൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഒരു അറബി, അന്റെ നാട്ടുകാർ ഇങ്ങനെയാണ്. എന്ത് ഒന്ന് പറഞ്ഞ രണ്ടിന് അത് കിടക്കണ കുഞ്ഞി കണ്ണായി. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ 36 സിനിമയിൽ അഭിനയിച്ച സ്റ്റാർ ഒരാള്, അതായത് ഒരു സിനിമാ സംവിധായകൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും, അന്ന് എടുക്കണോ എടുക്കണ്ടേ, അമ്പിളി വരാത്തപ്പോ ഫാനില്. അതാ 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 ജീവിതം അല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ ആളായിരുന്നു VI ലെനിൻ. സുരക്ഷിതത്വം ഞാനൊന്ന് പറഞ്ഞോട്ടെ, അഭിമാന പുരസ്സരം തന്നെ. ലോകം കണ്ട ഏറ്റവും വലിയ ചെഗുവേര പറയുന്നുണ്ട്. ചെഗുവേര അമേരിക്കൻ ഗറില്ല പോരാളിയായ യുവാക്കളുടെ ഹരമായ ചെഗുവേര പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾ ചെറിയ വെള്ളക്കുമിളകൾ കണ്ട് പേടിക്കുന്നവരല്ല, ആർത്തിരമ്പുന്ന സാഗരത്തിന്റെ അലയൊലികളെ ഭേദിച്ച് ആഴക്കടലിൽ പോകുന്ന ആളുകളാ ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാര്. എന്നിട്ട് നിങ്ങളെ നേതാവിന് എന്തേ പറ്റിയേ? VI ലെനിന്റെ ഒരു ഭാഗം തളർന്നു. ശ്രദ്ധിച്ചോളിയേ, ഒരു ഭാഗം തളർന്നു. അപ്പൊ ജോസഫ് സ്റ്റാലിന് കത്തയക്കാണ് VI ലെനിൻ. സ്റ്റാലിന്റെ ഒരു ഭാഗം തളർന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച പോയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല, സൈനൈഡ് കൊണ്ട് എന്റെ തൊട്ടടുത്ത് വെക്ക്. ആര്? ലോകം കണ്ട വിപ്ലവകാരി VI ലെനിൻ. ഇത് കഥയല്ല, കവിതയല്ല, ഊഹിച്ച വാക്കല്ല, കണ്ണുകൊണ്ട് അക്ഷരങ്ങളിൽ കണ്ടു ബോധ്യപ്പെട്ട് ഹൃദയതന്തുക്കളിൽ കൂറിയിട്ട ഇസ്ലാമിന്റെ അജയ്യതയുടെ മുമ്പിൽ പരാജയപ്പെട്ട വിപ്ലവകാരികളുടെ നീണ്ട പട്ടികയെ നെഞ്ചകത്ത് ആവാഹിച്ചപ്പോ കിട്ടിയ ചരിത്രബോധമാണ് കേട്ടോ. ഓർക്കണേ, എന്ത് VI ലെനിൻ ജോസഫ് സ്റ്റാലിന് കത്തയക്കുക. എന്താ കത്ത്? സഹിക്കാൻ കഴിയില്ല, സൈനൈഡ് കൊണ്ടക്ക് കാഴ്ച നഷ്ടപ്പെട്ട ഞാൻ ജീവിക്കൂല. ഇസ്ലാമിലെ ഏറ്റവും പ്രഗത്ഭരായവർക്കൊന്നും കണ്ണുണ്ടായിരുന്നില്ല. ഭയങ്കര ഇസ്ലാമിന് സൗദി അറേബ്യയിൽ കുറെ പണ്ഡിതന്മാരുണ്ട്, ഒട്ടുമിക്കാക്കും കണ്ണില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഇബ്നു അബ്ബാസ്, ഇബ്നു ആലു ഷെയ്ഖ്, കണ്ണില്ലടോ മനുഷ്യന്മാരെ. എത്ര ആളുകൾ ഡെഫ്, ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ട് ഉള്ള ഹെലൻ കെല്ലർ, അവർക്ക് സ്വാധീനം ഉണ്ടാക്കി മതം ഇസ്ലാം. റാബിയ, വികലാംഗയായ റാബിയ, ചോദിച്ചു നോക്കേ എന്തേ സ്വാധീനം ഉണ്ടാക്കി? ഇസ്ലാമാ. തീർന്നില്ല കഥകളുടെ. കാർൽ മാർക്സ്, ലോകം കണ്ട മഹാവിപ്ലവകാരി അല്ലേ? ആ കാർൽ മാർക്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു മുഷ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന കുട്ടി. രോഗബാധിതനായി കിടന്നപ്പോ ഹെങ്കൽസിന് കത്തയച്ചു. ഹെങ്കൽസ്, എന്റെ പൊന്നുമോൻ, ഞാൻ എങ്ങനെ സഹിക്കൂത്? എന്റെ മോനോർത്തി ഞാൻ എങ്ങനെ സൈക്ക് ചെയ്ത്? അങ്ങനെ കത്തെഴുതി. മാത്രമല്ല മോൻ മരിച്ചു. മരിച്ച പറയണെങ്കിൽ എനിക്ക് സഹിക്കാനാവുന്നില്ലടോ, ഞാൻ എങ്ങനെ സഹിക്കും? ഇത് സഹിക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞു സഹിക്കും? നിരീശ്വരവാദി എന്ത് പറഞ്ഞു സഹിക്കും? അള്ളാന്റെ വിധിന്നോ? അതിന്റെ ഏറ്റവും വലിയ തെളിവ് KN കുഞ്ഞാമ്മദ്. ഞാനിപ്പം റിങ് ചെയ്ത് നിങ്ങൾ ഫോൺ എടുത്തരാ. KN കുഞ്ഞാമ്മദ് എഴുതിയ ലേഖനം ഞാൻ ഇവിടെ പറയണില്ലേ? KN കുഞ്ഞാമ്മദ് ജീവിച്ചിരിക്കുന്നു. 3 മണിക്കൂറാണ് ഞാൻ സംസാരിച്ചത് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ്. 3 മണിക്കൂർ. സഹോദര, അദ്ദേഹം ഇപ്പന്നോട് പറഞ്ഞ എന്താ അറിയാം? മതം ഏറ്റവും ഉത്തമമാണ്. പക്ഷെ അതിവിടെ നടക്കണില്ലല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങളെ പോലത്തെ ഒരാളെ നന്നായാൽ അവിടെ ഇറക്കും. തീക്ഷണമായ എഴുത്തിന്റെ വൈഭവമുള്ള നിങ്ങൾ ഇസ്ലാമിനെ ശരിക്കും ജനങ്ങളെ പഠിപ്പിച്ചാൽ അതിവിടെ ഉണ്ടാവും. നിങ്ങൾ അതിനെതിരെ തിരിഞ്ഞാൽ ഉണ്ടാവില്ല. ഈ KN കുഞ്ഞാമ്മദ് എഴുതിയ ഒരു ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ ലേഖനത്തിൽ എന്താ ഉള്ളത് അറിയോ? അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ടൊരു കൂട്ടുകാരനായിരുന്നു KT സൂപ്പി മാഷ്. അദ്ദേഹത്തിന്റെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അങ്ങനെ KN കുഞ്ഞാമ്മദ് ആ വീട്ടിൽ ചെല്ലുകയാണ്. KN കുഞ്ഞാമ്മദ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. ആ വീട്ടിൽ ചെന്നപ്പോ സൂപ്പിന്റെ മുഖത്ത് നോക്കും, ഇങ്ങനെ മുഖത്ത് നോക്കും, ഇങ്ങനെ നോക്കും. എന്താ പറയാ? സൂപ്പി മാഷെ, സാരല്ല, അള്ളാന്റെ വിധി പരലോകത്ത് വെച്ച് കാണാം. എത്ര ആൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാൻ KN കുഞ്ഞാമ്മന് കഴിയോ? പടച്ചോനുണ്ടോ? പരലോകമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച്. എന്തൊരു ഗതികേടാണ് അവരുടെ, എന്തൊരു ഗതികേടാണ്. എന്നിട്ട് ഇയാള് പറയാണ്, KN കുഞ്ഞാമ്മദ് പറയാണ്, എനിക്ക് സൂപ്പി മാഷ് ആശ്വസിപ്പിക്കാൻ കഴിയാത്തോണ്ട് ഞാൻ ഇറങ്ങിപ്പോന്ന്. ഇതൊരാള് തുറന്ന് പറയുമ്പോ എന്നിട്ടും അതിന്റെ പിന്നാലെ പോകാൻ തന്നെ മടയനല്ലേ? തീർന്നില്ല. KN കുഞ്ഞാമ്മദിന്റെ മകന് ഒരു ഗുരുതരമായ ആക്സിഡന്റ് പറ്റി. അടുത്ത് കേട്ടോളി. ആക്സിഡന്റ് പറ്റിയപ്പോ KN കുഞ്ഞാമ്മദ് പറയാണ്, മതവിശ്വാസികളായ ആളുകൾ വരുമ്പോ എനിക്ക് ഭയങ്കര സമാധാന. കാരണം മതവിശ്വാസികൾ വന്നിട്ട് പറയണെന്തറിയോ? പടച്ചോന്റെ കുതിരത്തോണ്ട് ചങ്ങായി എന്റെ മോൻ രക്ഷപ്പെട്ടു. എന്നിട്ട് KN കുഞ്ഞാമ്മദ് പറയാണ്, അത് കേൾക്കും എനിക്കൊരു ആശ്വാസമാണ്. എന്നെ പോലെ ചിന്തിക്കുന്ന നിരീശ്വരവാദി ഉണ്ടക്കണ്ണുരുട്ടി എന്തൊക്കെ വിളിച്ച് ഓനോട് പോകും. ഓനെ ഇടിക്കാനല്ലാതെ ലോകത്ത് എന്ത് ചെയ്യാൻ പറ്റും?
ഞാൻ ഈ കഴിഞ്ഞ 6-ാം തീയതി വണ്ടൂര് യുക്തിവാദികൾക്ക് മറുപടി അറിയാം. അവിടെ വന്നിട്ട് ഇസ്ലാമിനെ പൂരത്തെറിയും പറഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു യുക്തിവാദി ലോകത്തിന് മാതൃകയായിട്ടുണ്ട്? ഏതെങ്കിലും ഒരു യുക്തിവാദികളുടെ ചരിത്രത്തിൽ മാനവ സമൂഹത്തിന് മാതൃകയായിട്ടുണ്ട്? ലോകം എടുത്തു പറഞ്ഞിട്ടുണ്ടോ ഒരു യുക്തിവാദിനെ ഇന്ന് വരെ മാനവ ചരിത്രത്തിൽ? ആലോചിക്കണം നിങ്ങളെ. മതം എന്താന്ന് പഠിക്കണം. മതം പടച്ചോന്റെ മതാണ്, ലോകത്തിന്റെ സിട്ടാവിന്റെ മതം. അതാ ലോകത്തിന് ഇസ്ലാം കനിഞ്ഞരുളുന്നത്, അതാ ലോകത്തിന് ഇസ്ലാം കൊടുക്കുന്നത്. അവിടെയാണ് ഞങ്ങളോട് ചില കാര്യങ്ങൾ സ്പീഡ് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് ഈ സമയമില്ലാത്ത സന്ദർഭങ്ങളിൽ. കേട്ടോളൂ, നമ്മളെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരു മതം ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യാവുന്ന എപ്പോഴാ? മതസമൂഹത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ എന്തുകൊണ്ടാ? ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് എന്റെ പ്രസംഗം ദീർഘിച്ചു പോകാതിരിക്കാൻ ഞാനത് എഴുതി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന്, അതായത് നമ്മുടെ ദൗത്യമായി മതം സുരക്ഷിതമാണ്, മതം നന്മയാണ്, മതം ലോകത്തിന് ഉപകാരദായകമാണ് എന്ന് ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എങ്ങനെയറിയോ? ഒന്ന്, നിരക്ഷരരെ അക്ഷരം പഠിപ്പിക്കുക, അവർ ജ്ഞാനികളാവട്ടെ. ഒന്നാമത്തെ കാര്യം അതാണ്. അതായത് നിരക്ഷരരായ ആളുകളെ അക്ഷരം പഠിപ്പിക്കുക, അവർ ജ്ഞാനികളാകട്ടെ. രോഗബാധിതരെ ശുശ്രൂഷിക്കുക, അവർക്ക് ആരോഗ്യമുള്ളവരാകട്ടെ. ജീവിതത്തിൽ താളം തട്ടിയവർക്ക് ആശ്വാസം നൽകുക, അവർ സമനില വീണ്ടെടുക്കട്ടെ. ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുക, അവർ സ്വാശ്രയരാവട്ടെ. പിന്നാക്കം പോയവരെ കൈപിടിച്ചുയർത്തുക, അവർ പുരോഗതി പ്രാപിക്കട്ടെ. തൊഴിലാളികളെ, തൊഴിൽ രഹിതർക്ക് നിങ്ങൾ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, അവർ തൊഴിലെടുക്കട്ടെ. അധർമ്മകാരികളെ ഉത്ബോധിപ്പിക്കുക, അവർ പശ്ചാത്തപിക്കട്ടെ. വ്യതിരചിതരെ കൈക്ക് പിടിക്കുക, അവർ നേർവഴി പ്രാപിക്കട്ടെ. കപടന്മാരെ തുറന്നു കാണിക്കുക, അവർ രംഗത്ത് നിന്ന് മാറി നിൽക്കട്ടെ. അഴിമതി വീരന്മാരെ പിടിച്ചു കെട്ടുക, അവർ അഴിക്കുള്ളിലാകട്ടെ. അവകാശങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുക, അവർ ഊർജ്ജസ്വലരാകട്ടെ എന്ന് ഈ തത്വത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്നത് എന്താ? യുതൈമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ നബൂസൻ കംതരീറാ. വല്ലാത്തൊരു കാര്യമാണത്. ഇതിലെ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഇസ്ലാം മാനവിക മുഖല്യാത്ത, അല്ലെങ്കിൽ മനുഷ്യന്മാരോട് ബന്ധമില്ലാത്ത എന്തോന്നാണ് ഇസ്ലാം എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അവരോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, വളരെ പ്രധാനമായ ചില വാചകങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നരകാവകാശികളാകാനുള്ള കാരണം എന്താ? നരകാവകാശികളാകാനുള്ള കാരണം എന്താ? എല്ലാരും പഠിക്കുക. പ്രത്യേകിച്ച് ഭൗതികവാദികൾ, ഇസ്ലാമിന് മാനവിക മുഖമില്ല എന്ന് പറയുന്നവരോട് പള്ളിമൂലകളിൽ ഒരുങ്ങിക്കൂടുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നവരോട് ഗൗരവമായി ഇനിയുള്ള എന്റെ 10-15 മിനിറ്റ് ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ. സുഹൃത്തുക്കളെ, ഖുർആനിലെ ചില വാചകങ്ങൾ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തുൽ ഖാദിയ മാ ഗനാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലു എന്ന് പറയുന്ന ഭാഗം. അതായത് ചില ആളുകളുടെ കൈകളിൽ, ഇടത് കൈകളിൽ ഗ്രന്ഥം നൽകപ്പെടും. അന്നവര് പറയും, വലം അദ്രി മാ ഹിസാബിയ, ഞങ്ങൾക്കൊരു വിചാരണയില്ലായിരുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ ഞങ്ങൾ വിചാരണക്ക് വിധേയമായിട്ടില്ലായിരുന്നുവെങ്കിൽ, യാ ലൈതഹാ കാനത്തുൽ ഖാദിയ, മരണത്തോടുകൂടി എല്ലാം മണ്ണിന്റെ ഭാഗമായി അവസാനിച്ചിരുന്നുവെങ്കിൽ, മാഗ്നാ അന്നി മാലിയ, ഞങ്ങളുടെ ധനം ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല, ഹലക അന്നി സുൽത്താനിയ, ഞങ്ങളുടെ രാജാധികാരം ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്തില്ല എന്ന് പറയും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറയുന്നത് എന്തേ കാരണം? ഒന്ന്, അജയ്യനായ പടച്ചവനിൽ അവർ വിശ്വസിച്ചില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ നരകമുണ്ടെന്ന് പഠിപ്പിച്ച മതാത് തീർന്നില്ല. നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം. അത്ഭുതമല്ലേ ഈ മതം? ഒരു വ്യഭിചാരി കിണറിലിറങ്ങി വെള്ളം കുടിച്ചു, അയാൾ കേറി കിണറിന്റെ കരക്കെത്തി. അപ്പണ്ടൊരു നായ മണ്ണിങ്ങനെ നക്കുകയാണ്. അപ്പൊ അയാൾ മനസ്സിലാക്കുകയാണ്, പടച്ചോനെ 5 മിനിറ്റ് മുമ്പ് എത്ര ദാഹിച്ചിരുന്നു എനിക്ക്, എന്തൊരു വിഷമായിരുന്നു എനിക്ക്, എന്റെ തൊണ്ട വരണ്ടു, ഞാൻ മരിച്ചു പോകും തോന്നി. എനിക്ക് ഈ കിണറിന് വെള്ളം കിട്ടി, ആശ്വാസായി. പടച്ചോനെ, ഈ നായ
വെള്ളം വേണമെന്ന് പറയാൻ പറ്റൂലല്ലോ. ഒരു വ്യഭിചാരിയാ ചിന്തിക്കണേ. ഓർത്തോളൂ, പലരും ഓർത്തോളൂ. എന്ത് ആളുകൾ എങ്ങനെ സ്കെയില് വെച്ചളന്ന് ചിട്ടപ്പെടുത്തി മനുഷ്യരെ ഒരു ഊരാക്കുടുക്കിൽ കൊടുക്കുന്നവർ, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, മനസ്സ് തട്ടി പറയുന്നു, വ്യഭിചരിച്ചൊരു മനുഷ്യൻ അയാൾ എന്തേ ചിന്തിച്ചത്? പടച്ചോനെ, നായിക്ക് വർത്താനം പറയാൻ കഴിയില്ല, അതിന് ദാഹിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ വീണ്ടും കിണറിലിറങ്ങി ഷൂല് വെള്ളെടുത്ത് അത് കടിച്ചു പിടിച്ച് കേറി നായ്ക്ക് വെള്ളം കൊടുത്തു. പടച്ചോനങ്ങട്ട് ഇഷ്ടപ്പെട്ടു അയാളെ. ഒരു വ്യഭിചാരിയാണ് മനുഷ്യരെ, അല്ലാഹ് അയാളങ്ങട്ട് ഇഷ്ടപ്പെട്ടു. എന്തിന്? ഇർഹമോ മൻഫിൽ അർദി റഹമക്കും മൻഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചപ്പോ ആകാശത്തുള്ളവന്റെ കരുണ, സ്വർഗം. ഒരു ധനാഢ്യനുണ്ടായിരുന്നു, അയാൾ പ്രത്യേകിച്ച് ഒരു നന്മയും ചെയ്തിട്ടില്ല, തിന്മയേറെ ചെയ്ത മനുഷ്യനാ. പക്ഷെ അയാൾക്കൊരു ഗുണം ഉണ്ടായിരുന്നു, കടം കൊടുക്കുക. കൊടുക്കുക മാത്രല്ല, തിരിച്ചു തരാൻ പറ്റാത്തവർക്ക് അയാൾ പറയും, അയാളുടെ കയ്യിൽ ജോലി ചെയ്യുന്നവരോട്, അതെ ഇത് ഈ പേര് ഇത് വേണ്ട, ഇത് വേണ്ട, ഇവരോട് വേണ്ട, എനിക്ക് വേണ്ട. അല്ലാഹ് പറയാണ്, നീ അങ്ങനെ വലിയൊരു വിട്ടുവീഴ്ചക്കാരൻ, ഞാൻ നിന്നേക്കാൾ വലിയ വിട്ടുവീഴ്ചക്കാരനാ. എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിക്കും. നടക്ക് സ്വർഗത്തിലേക്ക്. ആരോട്? പ്രത്യേകിച്ച് പുണ്യൊന്നും ചെയ്യാത്തൊരു പണക്കാരൻ. ആ മനസ്സിന്റെ വിശാലത ഉണ്ട്. ഖത്ലുൻ നഫ്സ്, അന്യായമായ കൊലപാതകം, മഹാപാതക. ഇസ്ലാമില് 5-ാം അധ്യായം 32-ാമത്തെ വചനം. 100 പേരെ കൊന്നൊരു മനുഷ്യൻ ഒരു നന്മ അയാൾ ചെയ്തിട്ടില്ല, പക്ഷെ നന്മ ചെയ്യാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. നല്ല നാട്ടിലേക്ക് നടന്നു, ഇടയ്ക്കു മരിച്ചു. സ്വർഗ്ഗം അല്ലാഹ് കൊടുത്ത്. ഒരു പുണ്യം അയാൾ ചെയ്തിട്ടില്ല. പുണ്യം ചെയ്യുന്ന ഉറച്ചൊരു മനസ്സുണ്ടായപ്പോ തന്നെ അല്ലാഹ് അയാൾ ഇഷ്ടപ്പെട്ടു. ആരുടെ ഏത് ഗുണ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടുക? ഒരാള് പറഞ്ഞു ഹദീസിലുള്ള, എനക്ക് അല്ലാഹ് പുറത്തുതരൂല എന്ന് പറയും. നീ ആരടാ? കടക്കടാ നരകത്തിലേക്ക്, ഓൻ കിടക്കട്ടെ സ്വർഗത്തിലേക്ക്. അതാണ് ഇസ്ലാം. അതാ മനസ്സിൽ കൊണ്ടിടക്കണ്ടേ. മക്ക കാലഘട്ടം 950 വർഷം നൂഹ് നബിയുടെ ദേവത്ത്. ആ കാലയളവ് കിടപ്പറയിലെ കിടക്കണ ഭാര്യ തനിക്കെതിരെ. ഭാര്യ പറയാ, നാട്ടുകാരോടങ്ങി എന്റെ ഭർത്താവ് ഭ്രാന്തനാ. ആ പെണ്ണുമായി ശയിച്ചിട്ടാടോ ഒരു കുട്ടി ഉണ്ടായത് നൂഹ് നബിക്ക്. ആ മോൻ കാഫിർ ചെക്കൻ, തലതെറിച്ച ചെക്കൻ. ആ ചെക്കനെയും കെട്ടിയോളെയും പൊറപ്പിച്ചില്ലേ നൂഹ് നബി? 9.5 നൂറ്റാണ്ട് ആ ജനതയെ പൊറപ്പിച്ചില്ലേ? ക്ഷമയായിരുന്നു. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. 46-ാം അധ്യായം. ക്ഷമിക്ക്, നല്ലൊരു നാളെ വരും. ഇവരൊക്കെ മാറും, ഇവരൊക്കെ നന്നാവും, ഇവരൊക്കെ ഖുർആൻ ഉൾക്കൊള്ളും ഇൻഷാ അല്ലാഹ്. ഇസ്ബിറു, ക്ഷമിക്ക്, വസബിറു, ക്ഷമയിൽ മുൻകടക്ക്, വറബിതു, മുൻകരുതലെടുക്ക്, നന്നാവും, പ്രതീക്ഷിക്ക്. സൂറത്ത് ആൽ ഇംറാൻ 200-ാമത്തെ വചനം. തീർന്നില്ല. ഓർക്കാൻ ഏറെ മതത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിലത് പറഞ്ഞോട്ടെ, വളരെ ഗൗരവമായ ചിലത് പറഞ്ഞോട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ അയൽവാസി നിർഭയനാകണം നമ്മളെ കുറിച്ച്. അള്ളാന്റെ റസൂലാ പറഞ്ഞു, അതായത് താടി നീട്ടിയ നെരിയാണിയുടെ മേലെ തുണി ഉടുത്ത നിന്നെ കുറിച്ച് നിന്റെ അയൽവാസി ബാലൻ നിർഭയനാകണം. അപ്പോഴേ നീ മുഅ്മിനാവൂ. നിന്റെ ബാലേട്ടൻ ഒരിക്കലും പട്ടിണി കിടക്കരുത്, ഭക്ഷണം കൊടുക്കണം. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് അങ്ങനെ ആ മനുഷ്യനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അയൽവാസി ജൂതനായിരുന്നു. ഇസ്ലാമിനോട് ഏറ്റവും വലിയ ശത്രുതയുള്ളവർ ജൂതന്മാരാ. ആ ജൂതനായ മനുഷ്യന് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും 2 ജോഡി ഡ്രസ് എടുത്തു കൊടുത്തിരുന്നു. അദ്ദേഹം ബന്ധമായിരുന്നു മനുഷ്യരായിട്ട്, മനുഷ്യർക്കിടയിൽ ജീവിച്ചു. ഇനി നോക്ക്, പരലോകത്തൊരു വിചാരണ. എന്താ വിചാരണ? ഞാൻ രോഗിയായി, അല്ലാഹ് പറയാൻ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പൊ അടിമ ചോദിക്കും, അല്ലാഹുവേ, സർവശക്തനായ നിനക്ക് രോഗോ? അതെ, ഇന്ന അയൽപ്പക്കത്ത് ഇന്ന ആള് രോഗിയായി കിടന്നില്ലേ, പോയോ, സന്ദർശിച്ചോ? എങ്കിൽ നിനക്കെന്നെ ആ രോഗിയുടെ സമീപത്ത് കാണാമായിരുന്നു. മതം തീർന്നില്ല. രണ്ടാമത്തേത്, എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ല. അല്ലേ? തമിഴ്നാട്ടിലെ സാധുവായ, എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ വീട്ടിൽ 20 കൊല്ലായി ഒരു തമിഴ്നാട്ടുകാരൻ വരും. എന്തൊരു സ്നേഹമാണ്. ഞാൻ അദ്ദേഹത്തോട് തമിഴില് സംസാരിക്കും. അദ്ദേഹം ആദ്യമായി വന്നത്, അമ്മാ തണ്ണി കൊടുക്കുങ്കേ, അമ്മാ പസിക്കത് ഏതാവത് കൊടുക്കുങ്കേ. മനസ്സിലായോ? ആ ഭാഷക്ക് പോലും ഇല്ലേ മഹത്വം? ആ ഭാഷയിൽ പോലും അമ്മാ തായി, ആ ഭാഷക്ക് എന്തൊരു സ്നേഹം. അണ്ണാ വാങ്ക അമ്മ, ഉക്കാറുങ്കമ്മ. ആദമിന്റെ മക്കളാ,
ആദമിന്റെ മക്കളാ. ഉൻദുറു ഇലാ മൻ ഹുവ അസ്വല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു വലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെ താഴ്ന്നവരിലേക്ക് നോക്കണം. അല്ലാഹ് പറയാണ്, എനിക്ക് ദാഹിച്ചു. അല്ലാഹുവേ, നിനക്ക് ദാഹമോ? അതെ. ഇന്നാലെന്ന് നാട്ടുകാരൻ വന്നു. റസൂലുള്ള പറയാണ്, കുതിരപ്പുറത്ത് രാജാവിന്റെ വേഷത്തിൽ യാചിക്കാൻ വന്നാൽ പോലും കൊടുത്തോളണം. ചോദിച്ചു വരുന്നവർക്ക് കൊടുത്തോളണം. വല്ലാത്തൊരു സംഭവമല്ല അത്. ചോദിച്ചു വരുന്നവർക്ക് കൊടുത്തോളണം. ചില്ലറയാ മതോ? മൂന്നാമത്തെ എന്താ? എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. അല്ലാഹുവേ, നിനക്ക് വിശപ്പോ? അല്ലാഹുവേ, അതെ, ഇന്നാൾ വിശന്നു, ഭക്ഷണം കൊടുത്തില്ല. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൂ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂ, സലാമിനെ വ്യാപിപ്പിക്കൂ, സമാധാന ചിത്തമായി സ്വർഗത്തിൽ പോകൂ. ഹബീബുനാ റസൂലുള്ളാഹ്. ചിന്തിക്കണം, ചിന്തിക്കണം. അയൽവാസി കഷ്ടപ്പെടുമ്പോ കയറി ചെന്ന് അത് വെട്ടാൻ ഞാനുണ്ട്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ? പണ്ട് കാലത്ത് ഇപ്പൊ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിൽ, പണ്ട് എന്റെ നാടുകളിലും ഞാൻ താമസിച്ചതൊക്കെ മുസ്ലിങ്ങളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവര് നമ്മളെ ഏൽപ്പിക്കും. കാലം മാറി. പണ്ട് മാധവേട്ടൻ ചോദിക്കും, ബഷീറേ ജി അവിടെ അല്ലേ? ഉണ്ട്. അതെ, സുമതി ഇവിടെ ഉണ്ട്, ഇജൊന്ന് നോക്കണം, വിവാഹപ്രായത്തിന്റെ മോളാ. അതിനെന്താ, ഞാൻ ഇവിടെ ഇല്ലേ? നല്ല വിശ്വാസമായിരുന്നു, ഒന്നും സംഭവിക്കില്ല, അറിയാം. ഇപ്പൊ മാധവേട്ടൻ എങ്ങനെ പറയും, ബഷീറേ ജി അവിടെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഞാൻ സുമതിനെ ഞാൻ കൂട്ടുന്നുണ്ട് കേട്ടോ, അവളെ കൊണ്ടുപോവുകയാണ്. അല്ലേ അല്ലേ അല്ലേ? ഇതാ ഈ മാറാട് 80 ലക്ഷത്തിന്റെ വീട് 8 ലക്ഷത്തിന് വിറ്റ് പോയില്ലേ അങ്ങ് കൊല്ലത്തേക്ക്? പേടിച്ചിട്ട് മുസ്ലിം അമുസ്ലിമിനെയും അമുസ്ലിം മുസ്ലിമിനെയും പേടിച്ചിട്ട്. ഇതാണോ മതം? ഇതാണോ മതം? ജൂതന്റെ വീട് വെക്കുക. അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ അയൽവാസി ഇരട്ടിയ വീടിന് വില. നാട്ടുകാർ എന്താ ചങ്ങ ഇത്? 2 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ കുടിലിന് ഇതെന്ത് വിലയാ ഇത്? വില വീടിന്റെ വിലടോ. അബ്ദുല്ലാഹിബ്നു മുബാറക്ക് എന്ന അമൂല്യമായ മുസ്ലിമിന്റെതാ. സത്യവിശ്വാസി ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരിക്കും. എനിക്ക് ആ രംഗം ഓർമ്മ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടില്. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കണേ ആ ഒരു രംഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കൈ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ആയിഷ ബീവി വരേണ്ട ഒറ്റ തട്ട കൈ. അള്ളാന്റെ റസൂലിന്റെ റസൂല് താഴെ വീണു. അവിടൊക്കെ സ്ത്രീകൾ. നബി ആയിഷാന്റെ കാര്യം കുട്ടിത്തം വിടില്ലല്ലോ ആയിഷ. എനിക്ക് നോക്കണേ, ഹബീബാണ്, ലോകരാജ്യങ്ങളുടെ ഭരണാധികാരിയാണ്, കച്ചവടത്തിന്റെ നേരും നെറിയും പഠിപ്പിച്ച മഹാനാണ്, വിപ്ലവകാരിയാണ്. ഉഖോലയിൽ ദുൽമജാസിൽ മജന്നായിൽ ധീരമായി എന്ന് പ്രഖ്യാപിച്ച ധീരനായ ആൺകുട്ടിയാണ്. ഭാര്യയുടെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യന്റെ അടുത്ത് നിന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ശുണ്ടി മൂത്തിട്ട് കൂശുമ്പിള പെണ്ണുങ്ങൾ പൊറുപ്പിക്കാൻ ചില്ലറ പണിയൊന്നുമില്ല, വെറുതെ ഒന്നുമല്ല. അല്ല ആണിന്റെ മുമ്പിൽ എങ്ങാണ്ട് സുജൂദ് ചെയ്യാൻ അല്ല അനുവദിച്ചാൽ അത് കെട്ടിയോന്റെ മുമ്പിൽ കെട്ടിയോളെ നെറ്റിയിട്ട് ഒരക്കുന്നു. റസൂല് വെറുതെ പറഞ്ഞൊന്നുമില്ല. ഇത് സഹിക്കാൻ ചില്ലറപ്പെട്ട പാടൊന്നുമല്ല. സുഹൃത്തുക്കളെ, ആയിഷ ബീവിന്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് റസൂൽ വരികയാണ്. സാധു സലാം പറഞ്ഞങ്ങോട്ട് കയറിയപ്പോ ഒറ്റ തട്ട് ആ പാത്രത്തിൽ വേറൊരു കെട്ടിയോളെ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരം കൊണ്ടുവരികയാണ്. ഒറ്റ തട്ട് അത് താഴെ വീണു. നമ്മളാണെങ്കിലോ ചാടി ഇങ്ങനെ ചേപ്പക്കുറ്റിക്ക് ഒന്നാട് പൊട്ടിച്ചിട്ട് ഇപ്പുറത്തെ ചെവിന്ന് അപ്പുറത്തെ പൊന്നീച്ച പറഞ്ഞിട്ട് ദക്ഷിണാഫ്രിക്കയും കടന്ന് അങ്ങ് പോകും അല്ലേ? ഇന്ന് അങ്ങനെ നമ്മൾ പറയാണ്, അടിച്ചിട്ടൊരു ത്രില്ല് പോരാ, കൈക്കൊരു വേദന കുറവ്, ശരിക്കും കൊടുത്തില്ല. ആളുകൾ പറയുന്നു ശരിക്കും പൊട്ടിച്ചില്ല. അപ്പൊ മറ്റടുത്ത് വന്ന് നോക്കുമ്പോൾ ചെവിന്ന് എലീനെ തച്ചമാതിരി ചോര ഇങ്ങനെ വരുന്നുണ്ട്. ഭാര്യന്റെ എവിടെ കിടപ്പറയില് ഭാര്യന്റെ ചെവിക്കുറ്റിക്ക് ചുംബിച്ചോന് ആലോചിക്കണം. ആ ചുംബിച്ച് വികാരമുണർത്തിയ കവിൾത്തടത്തിൽ അടിച്ചിരിക്കുന്നു. ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം മേഘ്ന ഖാർട്ട. അല്ലാഹുവിന്റെ റസൂൽ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. അത് പഠിപ്പിച്ച റസൂലുള്ളാഹ്. നിങ്ങൾക്ക് അല്ലാഹ് വിധേയപ്പെടുത്തി തന്നവരാ നിങ്ങളുടെ ഭാര്യമാർ. നിങ്ങൾക്ക് പെരുമാറല്ല കഴുതകളല്ല അവര്, സ്വതന്ത്രമായ അസ്തിത്വമുള്ളവരാ അവര്. അവര് തല്ലേ, അവര് ചീത്ത പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാടാ, കരഞ്ഞാടോ അവരോട്, പോ വീട്ടിലേക്ക് എന്ന് റസൂലുള്ളാഹ്. ഇനി അടുത്ത രംഗം കേട്ടോ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് പാത്രൊറ്റ തട്ട്.
റസൂലുള്ളാഹി അവിടുന്ന് എഴുന്നേറ്റു, മെല്ലെ അടുക്കളയിൽ ചെന്നു. അടുക്കള എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ എക്സിക്യൂട്ടീവ് അടുക്കളൊന്നും കരുതണ്ട. ആ ചെറ്റക്കുടിൽ ഇങ്ങനെ ചാരി വെച്ചതിന്റെ അമ്മൂല, അതിന്റെ അപ്പുറത്ത് തന്നെ നബി കിടക്കണേ. അവിടെ ചെന്നിട്ട് ഒരു പാത്രം എടുത്തുണ്ട്. ആയിഷ ബീവി നോക്കിയിരിക്കെ മരുഭൂമിയിൽ കാലുമുട്ട അവിടെ കുത്തി വെച്ചു. എന്നിട്ട് ആ ഭക്ഷണമൊക്കെ പൊടിയൊക്കെ തട്ടിയൊക്കെ ഇങ്ങനെ അടുക്കളയിൽ കൊണ്ടുവച്ചു. മൗനം ട്രീറ്റ്മെന്റ് ആക്കി. മൗനം മിണ്ടിയില്ല. പരമസുഹൃത്തിനോട് മിണ്ടിയില്ല ഒരു ദിവസം. എന്താ മിണ്ടാത്ത? സ്നേഹിച്ചിട്ടാ ആയിഷ ബീവിനോട് മിണ്ടിയില്ല റസൂൽ. ഇഷ്ടം കൊണ്ടാ ആയിഷ ബീവിനെ തിരുത്തണം, തല്ലിയിട്ട് കാര്യമില്ല. അപ്പോ ആയിഷ ബീവിന്റെ മനസ്സങ്ങട്ട് പൊട്ടി. ആരോടാ? അള്ളാന്റെ റസൂലിനോടാ. ഓടി, മനസ്സങ്ങട്ട് മാറി. ഓടിയിട്ട് റസൂലുള്ള ഇരിക്കുന്നിടത്ത് നിലത്തോരൊറ്റ ഇരുത്ത, രണ്ട് കാൽമുട്ടലും കൈയിങ്ങനെ വെച്ചു. അപ്പൊ നബിയുടെ താഴെ, നബിക്ക് ഇങ്ങനെ കൈവക്ക ആയിഷാന്റെ മുടിയില് തായിരുന്നു. മാപ്പാക്കി കളയിട്ടോ, ഞാനല്ലേ പെണ്ണുങ്ങളല്ലേ, സാരില്ലേ, പുറത്തെളിയർ, മാപ്പാക്കണം. അപ്പൊ റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ തലമുടിയിലൂടെ ഇങ്ങനെ കൈ വായിച്ചിട്ട് ചോദിച്ചു, ആയിഷ, ഞാനല്ലാതെ ആരാണ് ആയിഷ നിനക്ക് പുറത്തു തരാൻ? സാരല്ലേ ആയിഷ, ഉടഞ്ഞ പാത്രം അത് മറ്റുള്ളതാ, ഓള് ക്ഷമിക്കുവോ? അതാ ദാമ്പത്യം. ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യക്ക് വസ്ത്രമാണ്. എങ്ങനെ തിരിഞ്ഞു കിടക്കാൻ കഴിയും? കിടപ്പറയിൽ എങ്ങനെ തിരിഞ്ഞു കിടക്കാൻ കഴിയും? ഇതാണോ മതം? ഇതല്ല മതം, ഇതല്ല മതം, ഇതല്ല മതം, ഇതല്ല മതം, ഇതല്ല മതം, ഇതല്ല മതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കും, ജനങ്ങളെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും. മാർക്കറ്റിൽ ചെന്ന് റസൂലുള്ളാഹി ഈത്തപ്പഴം ഇങ്ങനെ വാരിയൊക്കെ വേണ്ടി വെള്ളം ഇങ്ങനെ കൊടുകൂടാ, മുഖത്തേക്ക് നോക്കിയോണ്ടേ. എന്താ അത്? വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലൻ നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഒരു അധ്യായം 83-ാം അധ്യായം 1 മുതൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ദുഷ്ട, നാളെ റബ്ബിന്റെ കോടതിയിൽ മനുഷ്യന്മാർ നിൽക്കുന്നിടത്ത് വരും, പോവിടുന്നേ എന്ന് റസൂലുള്ളാഹി. അതാണ് ദീൻ, അതാണ് സുരക്ഷിതത്വം ഒരു മുസ്ലിമിൻ. എന്തിന്? മാലിക് ബിൻ ദീനാറും കൂട്ടരും മംഗലാപുരത്ത് ആ ബസ്സിൽ വന്ന്, കൊടുങ്ങല്ലൂരല്ല, മംഗലാപുരത്ത് ഇറങ്ങി ഒറ്റ വരവാ കൊടുങ്ങല്ലൂരെ, തമ്പ് കൊടുങ്ങല്ലൂർ. മംഗലാപുരത്ത് എത്തിയപ്പോ അവിടുത്തെ രാജാവ്, നാട്ടുരാജാവ്, ഈ സാധുക്കളായ മുസ്ലിങ്ങളെ കണ്ടപ്പോ എന്തൊരു മുഖഭാവം, എന്തൊരു അല്ലെ ഖുർആൻ പറഞ്ഞ അങ്ങനെ അവരുടെ സുജൂദിന്റെ അടയാളം മുഖത്ത് പ്രകടമായി. നമ്മുടെ നാട്ടിലോ തിരൂരും പൊന്നാനിയിലോ കാട്രായി അടിച്ചിട്ട് എങ്ങനെ നേരെ ചൊവ്വേ നാവ് കൊണ്ട് 4 അക്ഷരം മലയാളത്തിൽ കടിച്ചാ പൊട്ടാത്തത് ഉച്ചരിക്കാൻ യോഗ്യതല്ലാത്ത പൊന്നാനിയിലെ മാപ്പിളച്ചക്ക, അന്റെ ദയനീയത അവിടെയാ. ആ രാജാവ് ഒരു മുഖത്ത് നോക്കി, എന്തൊരു സൂര്യ തേജസ് മാലിക് ബിൻ ദീനാറിനും കൂട്ടരനും. അപ്പൊ ഇളനീരിങ്ങനെ മുഖടിച്ചെത്തിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്ത്, ഇവര് വിചാരിച്ചത് ഇങ്ങോട്ട് വാങ്ങി മോന്തിയോടുന്ന കൈ 2 ഇങ്ങോട്ട് വലിച്ചു. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഉമ്മത്തെ മുഹമ്മദ്. ഈ ഇളനീര് ആരതാ? ഈ ഇളനീരിലെ വെള്ളം അയാളുടെ സമ്മത്തോടെയാ ചോദിച്ചു വരാൻ പറഞ്ഞു. ഞങ്ങൾ കുടിക്കില്ലയാ, ഞങ്ങളുടെ സഅദ് ഇബ്നു അബീ വഖാസിന്റെ മുത്ത് ഹബീബ്, ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പിയപ്പോ സഹാബത്തൊക്കെ കയ്യാട് കൊണ്ടുപോയപ്പോ റസൂലുള്ളാഹി വലിച്ചു. ഒറ്റ ചോദ്യം, പെണ്ണേ ഇത് എവിടുന്നാ ഈ ഫുഡ്? നമ്മളോ കോഴിക്കാൽ ഇവിടുന്ന് വലിക്കുന്നു, ചിക്കൻ ഇവിടുന്ന് വലിക്കുന്നു, നബിദിനത്തിന് മൂക്ക് കൂടെ ആട്ടിറച്ചി ചാടുന്നു. ഹലാലാണോ ഹറാമാണോ? എന്ത് ഹലാല് പള്ളറിയണം എന്നാക്കണം. വേറെന്താ ഉള്ളത്? അല്ലേ ആരാന്റെ എച്ചില് നിന്ന് ശീലിച്ചോലല്ലേ മനുഷ്യര്. അല്ലാൻ എന്നിട്ട് മാലിക് ബിൻ ദീനാറും കൂട്ടരും അവര് സ്രോതസ്സൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോ അവര് ഭക്ഷണവും കഴിച്ചു. അപ്പൊ അവര് തെങ്ങോലേന്ന് ഈർക്കല്, ഞാനത് വായിച്ചപ്പോ എനിക്ക് രോമാഞ്ചമുണ്ടായി. തെങ്ങോലേന്ന് ഈർക്കലെടുത്തിട്ട് പല്ല് കുത്തായി. ഈർക്കലോല് വാങ്ങിയില്ല, കയ്യും കെട്ടിച്ച്. ഈ ഈർക്കൽ ആരതാ? നിങ്ങളതാണോ അവനാന്റെ ആണോ ആരാന്റെ തെങ്ങോലേന്നുള്ളതാണോ? അത് അറിഞ്ഞിട്ടേ ആ ഈർക്കൽ വായിലേക്ക് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഒരു ഉമ്മത്താണ് ഇവിടുത്തെ മുസ്ലിങ്ങളെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസത്തിന്റെ തകർച്ച കൊണ്ടെങ്കിൽ ഒരു നമ്മുടെ കൈകൂപ്പി കുലടോ അല്ലേ? മറ്റേതോ 2 കവിളു ടട്ടട്ടട്ടാന്ന് പറഞ്ഞ അടിയിട്ടല്ലേ പലയിടത്തുനിന്ന് തോന്നിയാസം ചെയ്തിട്ട് അല്ലേ? കാസർഗോഡ് ജില്ലയിൽ പാസ്പോർട്ട് 2 എണ്ണം, നാളെ അറസ്റ്റ് അല്ലേ? നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 250 കിലോ സ്വർണം കടത്തി അബ്ദുൽ ഹമീദ് അറസ്റ്റ്. സുരേന്ദ്രൻ ഭാസ്കരൻ എവിടെ ഉമ്മത്ത്? ഈ ഖൈറുമ്മത്ത് എവിടെ നിർഭയത്വം? അവിടെയാണ് എനിക്ക് തന്നെ സമയം അതിക്രമിച്ചു പോണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് പൂർത്തിയാക്കി ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് മുസ്ലിം സമുദായത്തോടാണ് ഞാൻ പറയുന്നത്, വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ ഇനി ഞങ്ങളെ ശ്രദ്ധയപ്പെടുത്തുക. നോക്കേ,
നോക്കേ, ഇന്നമൽ അല്ലാഹു പറയാണ് സത്യവിശ്വാസിയുടെ മേൽ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഏറ്റവും രസകരമായ അത് പറയുമ്പോ പറയണം, ഓർമ്മ വരികയാണ് കേട്ടോ, ക്ഷമിക്കണം സമയത്ത്. ഈ ഗോപാലാചാര്യ ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ നേതൃത്വത്തിലിരുന്ന അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി, ഒരു മുസ്ലിം. അപ്പൊ അദ്ദേഹം പബ്ലിക്കിൽ ഒരിക്കൽ പ്രസംഗിച്ചു, ഇസ്ലാമാണ് ഏറ്റവും ബെറ്റർ മതം. ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പ്രസംഗിച്ചു. കാരണം അദ്ദേഹം ആരെ കണ്ടിട്ടാ നന്നായത്? ഈ പ്രൈവറ്റ് സെക്രട്ടറി, മുസ്ലിമിന്റെ സെക്രട്ടറിനെ പറ്റി പറയുന്നു. കറക്റ്റ് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കും 5 നേരം. അത് കണ്ടിട്ടാണ് ഇസ്ലാം പഠിച്ചത്. ഇനി ലോകം കണ്ട ഏറ്റവും വലിയ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാർമഡ്യൂക്ക് പിക്താൾ ഇസ്ലാം സ്വീകരിച്ച എങ്ങനെ? ഒരു ഉണങ്ങിയ ചെക്കനെ കണ്ടിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. മനസ്സിലാക്കിക്കോളി എല്ലാരും. നേതൃത്വത്തിലും മണ്ഡലത്തിലും സെക്രട്ടറി പദത്തിലും വലിയ ആൾക്കാരായി നടക്കണ, ഞാനും നിങ്ങൾ നടക്കുന്ന ആളുകൾ, വലിയ പ്രബോധകരായി നടക്കുന്ന ആളുകൾ, ഒരു ഈർക്കല് പോലത്തെ ഒരു സാധാ ഭൃത്യനെ കണ്ടിട്ടാണ് മാർമഡ്യൂക്ക് പിക്താൾ ഇസ്ലാം സ്വീകരിച്ചത്. അതിന്റെ ചരിത്രം അതായത് മാർമഡ്യൂക്ക് പിക്താള് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ ഇങ്ങനെ ജീവിക്കുമ്പോ അതിന്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു ഭൃത്യനെ മുതലാളി തല്ലുകയാണ്, ഒരു മുസ്ലിം ചെക്കനെ തല്ലുകയാണ്. തല്ലിങ്ങോട്ട് കൊള്ളുകയാണ് ഈ ചെക്കൻ, ഈ പയ്യൻ തല്ലിങ്ങനെ കൊള്ളുകയാണ്, അപാരമായ വലിച്ചിട്ട് ടപ്പാന്ന് അടി. ഇത് കണ്ടപ്പോ മാർമഡ്യൂക്ക് പിക്താള് ഓടിങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് ചുമോനെ എന്തൊരാരോഗ്യം നിനക്ക്, നിന്റെ യജമാനൻ ഒറ്റ പഞ്ച് പപ്പടം പോലെ പൊടിഞ്ഞൂലവൻ, നിന്റെ ഈ മസിൽ പവറുള്ള കൈ എന്തിനാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ ചെക്കൻ പറയാണ്, ഈ പയ്യൻ പറയാണ്, ഈ മഹാവ്യക്തിത്വം പറയാണ്, ഞാനൊരു മുസ്ലിമാണ്. അതെ, ഒരേ സമയത്ത് 2 തെറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. കേട്ടോളി, പഠിച്ചോളി. ഒരേ സമയത്ത് 2 തെറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. എന്താ 2 തെറ്റ്? ഞാൻ എന്റെ യജമാനോട് കുറച്ച് പണം കടം ചോദിച്ചു, എന്റെ ശമ്പളത്തിന് പുറമെ. ഒരു ഡേറ്റും ഫിക്സ് ചെയ്തു ഞങ്ങള്. ആ ഡേറ്റ് ലംഘിച്ചോനാ ഞാൻ, എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിലാ തല്ല്. ഇനി ഞാൻ അയാളെ തല്ലിയും കൂടി ചെയ്ത് 2 തെറ്റ് ചെയ്യാൻ എന്റെ നബിനെ വിലക്കിയിട്ടുണ്ട്, ചെയ്യൂല ഞാൻ. സുബ്ഹാനല്ലാഹ്. മാർമഡ്യൂക്ക് പിക്താൾ നിശ്ചലനായി, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഇസ്ലാമിന്റെ വചനവും ആ പ്രവാചകനാരാ ഒന്ന് പഠിക്കണം. ആ മാർമഡ്യൂക്ക് പിക്താളിന്റെ ട്രാൻസ്ലേഷൻ ഖുർആൻ കോപ്പി എത്ര ഹിദായത്ത് കിട്ടി? പക്ഷെ അതിന്റെ മുഴുവൻ പുണ്യവും ആര് കൊണ്ടുപോയി? ഈ ഭൃത്യൻ ചെക്കൻ. മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി, എഴുത്തുകാരൻ, പ്രാസംഗികൻ, ചിന്തകൻ, കസാര ഒരിക്കലും വിട്ടുകൊടുക്കാത്തവൻ, അങ്ങനെ പല തസ്തികകളും നമുക്കുണ്ടല്ലോ അല്ലേ? എന്നിട്ട് ഓർത്തോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കാരണം ഒരു പെരിച്ചായി നന്നായ മനുഷ്യന്മാരെ ഈ നാട്ടിൽ സുബ്ഹാന ജല്ല ജലാലു. പിന്നെ സൗദി അറേബ്യയിലെ ലജനത്തു ദായിമ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അബ്ദുൽ ജബ്ബാർ മദീനി ദമാം, എന്റെ ഗുരുനാഥന. അദ്ദേഹം ആ പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. വായിക്കണേ മക്കളെ, യുവാക്കളെ വായിക്കണേ. ദൈവത്തിന്റെ മാഹാത്മ്യം അതാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, ഒരു ക്രിസ്തീയ പള്ളിയിലെ അച്ഛൻ, ഒരു പാതിരി, ക്രിസ്തുമതത്തിലേക്ക് ആളുകളെ ക്ഷണിച്ച ഒരാള്, അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടുകയാണ്, മഹാസ്ഫോടനം. എന്നിട്ട് ഇങ്ങനെ കേൾക്കി, ക്രിസ്തുമതത്തിലേക്ക് കുരിശും വരച്ച് ക്രിസ്ത്യാനിയായി മരിപ്പിക്കാൻ ജീവിതത്തിന്റെ നല്ല ടൈം ചെലവഴിച്ച ഈ പള്ളിയിലച്ഛൻ, ഈ പ്രബോധകൻ, ഈ ക്രിസ്തീയ മിഷണറി, അയാളുടെ മനസ്സിൽ ഇസ്ലാം കിട്ടി. ഇസ്ലാം കിട്ടി ആ സെക്കൻഡ് മുതൽ, നേരത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാചകം പറഞ്ഞു ഓർക്കണുണ്ടോ? ഉള്ളെന്നൊരു സാധനം ഇങ്ങോട്ട് ഉണർന്നപ്പോ ശരീരത്തിന്റെ വലുപ്പമൊന്നുമല്ല, 4000 ഫിലിപ്പൈൻസിനെയാണ് അദ്ദേഹം ഇസ്ലാം എത്തിച്ചത്. 4000 ആളാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ സൗദിയില്? ആ മനുഷ്യനെ പോയി കാണ്, ശിഷ്യത്വം സ്വീകരിക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിന്റെ സമ്പത്ത് ആരാ തിന്നു തീർക്കുന്നതിന് പകരം, ഈമാനില്ലാത്തവർ തിന്നു തീർക്കുന്നതിന് പകരം. വേറൊരു സംഭവം എന്താണെന്നറിയോ? ഒരു ലോക്കലായി നടന്ന ഒരു വിദേശ രാജ്യക്കാരൻ, അയാള് സൗദി അറേബ്യയിൽ 16 കൊല്ലം ജോലി. സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞ ആ സൗദി അറേബ്യയിൽ വെളിച്ചം കിട്ടിയില്ല, ആരും കൊടുത്തില്ല, ഒരു സംഘടനയും അദ്ദേഹത്തെ ചെന്ന് കണ്ടില്ല. എത്ര സന്നദ്ധ സംഘടനകൾ. 16 കൊല്ലം കഴിഞ്ഞ് വിശ്വസ്തരായി നാട്ടിലേക്ക് പോണ്ടി വന്ന നിർബന്ധ സാഹചര്യത്തിൽ അയാൾ നാട്ടിൽ പോയി ദുഃഖിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒറ്റ വിസ അല്ല, സ്വർഗത്തിലേക്കും ഇസ്ലാമിലേക്കും സൗദിയിലേക്കും. അയാൾ നേരെ സൗദിയിൽ വന്നു. സൗദിയിൽ വന്നിട്ട് വലിയൊരു ഹോട്ടലിൽ മെയിൻ്റനൻസ് വർക്ക് തീർക്കുന്ന വലിയൊരു ഉത്തരവാദിത്വത്തിൽ അയാൾ കിട്ടി. അങ്ങനെ അയാൾ ആ ജോയിൻ ചെയ്ത ആദ്യ ദിവസം ഒരു പ്രബോധകൻ താമസിച്ച റൂം ചെല്ലി.
ആ റൂമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാൻ. അപ്പോ ആ പ്രബോധകൻ ഉപേക്ഷിച്ച് ഒരിത്തിരി പോന്ന ലഘുലേഖ ഓർക്കണേ, ഒരു ലഘുലേഖന്റെ മാത്ത് ഓർക്കണേ, ഒരു ലഘുലേഖന്റെ പവർ ഓർക്കണേ, ഒരു ലഘുലേഖ പ്രചരിപ്പിക്കുന്നതിന്റെ പവർ ഓർക്കണേ. ഒരു സംഘടന ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ, എയർപോർട്ടിൽ, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരേ സമയത്ത് അനുയായികൾക്ക് ആഹ്വാനം ചെയ്ത് കൊടുക്കുന്ന ലഘുലേഖയുടെ മേന്മ അറിയൂ വിശ്വാസി. ഈ ലഘുലേഖ അവിടെ കിടക്കുകയാണ്. അപ്പൊ ആരുമില്ല റൂമിൽ. അയാൾ റൂമൊക്കെ അടച്ച് ആ ലഘുലേഖ ഇങ്ങനെ വായിച്ചു. ആര്? ഈ അമുസ്ലിം ചെറുപ്പക്കാരൻ. ആ ലഘുലേഖ ഇങ്ങനെ വായിച്ചു തീരുമ്പോ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി. എന്നിട്ട് അപ്പൊ തന്നെ അയാൾ ഇസ്ലാം മനസ്സുകൊണ്ട് സ്വീകരിച്ചു. ആരുടെ മുമ്പിൽ പ്രഖ്യാപിക്കല്ല, പടച്ചോന്റെ മുമ്പിലാണ് പ്രഖ്യാപിക്കുക. ആ സമയത്ത് ഫോൺ എടുത്ത് കറക്കി ആ ഹോട്ടൽ റൂമിൽ ഇരുന്ന് അമ്മയെ വിളിച്ചു, അച്ഛനെ വിളിച്ചു. ഞാൻ ഉൾക്കൊണ്ട ആ പ്രകാശം ആ സെക്കൻഡിൽ മഹാനായ അബൂ ഹുറൈറയെ ഞാൻ ഓർത്തുപോയി. അബൂ ഹുറൈറയുടെ പേരെന്തായിരുന്നു യുവാക്കളെ? അറിയോ? ആർക്കെങ്കിലും അറിയോ യഥാർത്ഥ പേര്? അബ്ദുശംസ്, സൂര്യന്റെ അടിമ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ അബൂ ഹുറൈറ വരുമ്പോ എന്താ നിന്റെ പേര്? അബ്ദുശംസ്. നോ, അങ്ങനെയല്ല, അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? അബ്ദുറഹ്മാൻ. റസൂലുള്ള വിളിച്ച പേരതാ. അബൂ ഹുറൈറ എങ്ങനെ ഉണ്ടായി? അതും പഠിച്ചോ. പൂച്ചനോട് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. പൂച്ചനെ കളിപ്പിക്കുക. അബൂ ഹുറൈറ, പൂച്ചന്റെ ബാപ്പ, അപരനാമത്തിൽ അറിയപ്പെട്ടു. ഈ അബൂ ഹുറൈറ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചില്ല. കേട്ടോളെ ഈ പൂരം. ഞാനിത് ലജ്നത്തുദ്ദായിമ പറഞ്ഞതിനൊന്ന് സംബന്ധിച്ച് ഒന്ന് യോജിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ ഉമ്മാനോട് എന്നും തൗഹീദ് പറയും, എന്നും സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ എന്നും. ഉമ്മ പൊളിച്ച ചീത്ത പറയും റസൂലുള്ളാഹിനെ. ഉമ്മാക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അബൂ ഹുറൈറനെ ചീത്ത അറിയില്ല. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാലേ അബൂ ഹുറൈറക്ക് വേദനയോ, റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാലേ വേദനയോ. അബൂ ഹുറൈറ ഓടിയാണ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ എന്നും എന്റെ അമ്മനോട് ഏകദൈവാരാധന പറയും, സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കാവെന്ന് പറയും. എന്റെ അമ്മ എന്നും നിങ്ങളെ ചീത്ത പറയും. ഇന്ന് എന്റെ അമ്മ എല്ലാ കൺട്രോളും വിട്ട് നിങ്ങളെ പൊളിച്ച തെറി പറഞ്ഞു. എനിക്ക് സഹിക്കാനാവുന്നില്ല നബിയേ, എന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട് കൈകളും ആകാശത്തിന്റെ അനന്തതയിലേക്ക്, പ്രാർത്ഥിച്ചാൽ തട്ടാത്ത കൈകൾ അള്ളാന്റെ മുമ്പിലേക്ക് ഉയർത്തി റസൂലുള്ള പ്രാർത്ഥിച്ചു. അബൂ ഹുറൈറ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോ കുളു 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 എന്ന് പറഞ്ഞ വെള്ളം ഇങ്ങനെ വീഴും. അപ്പൊ ബാത്റൂം എന്ന് ഉമ്മ വിളിച്ചേ, മോനെ അവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം, ഡോറ് തള്ളി തുറന്ന് ഇങ്ങോട്ട് വരലേ, ഉമ്മച്ചി കുളിക്കട്ടെ എന്ന് പറയാ. അബൂ ഹുറൈറ കാത്തു നിൽക്കുകയാണ്. ആ വാതിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തു. ഉമ്മ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. കരഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് സന്തോഷത്തിന്റെ ശ്രുഗണങ്ങളുമായി റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് തിരിച്ചോടി അബൂ ഹുറൈറയെ ഈ 16 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത മനുഷ്യനിൽ പിന്നീട് ദർശിച്ചു. അദ്ദേഹം ഉമ്മാക്ക് വിളിച്ചു, അമ്മയ്ക്ക് വിളിച്ചു, അച്ഛനെ വിളിച്ചു. ഇസ്ലാമാണ് സത്യം അമ്മേ, ഇസ്ലാമാണ്. അച്ഛനും അമ്മയും സ്വീകരിച്ചു. പോരെ പൂരം. ഭാര്യക്ക് വിളിച്ചു, ഭാര്യ സ്വീകരിച്ചു. മക്കൾക്ക് വിളിച്ചു, മക്കൾ സ്വീകരിച്ചു. ലജ്നത്തുദ്ദായിമ. പിന്നെ അയാൾ പറയുന്ന ഒരു ആത്മകഥ ഉണ്ട്. ആ മനുഷ്യൻ, അല്ലാഹുവേ, നോക്കേ, അത് കുറിച്ചിട്ട് വേണം ഈ ചാവക്കാട് നാട്ടി വെച്ച് പോകാൻ. മനസ്സിലായോ? അവിടെയും ഇവിടെയും ചാരി നിന്നും അവിടെയും ഇവിടെയും നിന്നിട്ട് കുശുകുശുപ്പ് അവസാനിപ്പിച്ച് കർമ്മനിരതരാകണം. കർമ്മനിരതരാകണം. കണ്ണടഞ്ഞു പോവും, തട്ടിപ്പോവും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കഴിഞ്ഞു പോവും. ഓർക്ക് ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താ അറിയോ? ആ 16 കൊല്ലം ഇസ്ലാം ആകാതെ പിന്നെ കിട്ടിയ വെളിച്ചം കിട്ടിയ മനുഷ്യൻ, അല്ലാഹുവേ, ഞാൻ, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ എല്ലാവരും ഇസ്ലാമിന്റെ രാജപാതയിൽ വന്നു. അതിന് കാരണക്കാരനായി ഇതൊന്നും അറിയാതെ ഈ ലഘുലേഖ വിട്ടേച്ചു പോയ മനുഷ്യനെ ഞാൻ പരലോകത്ത് വെച്ച് കാണുമല്ലോ. സഹോദരന്മാരെ, ഞാൻ അങ്ങ് ഓച്ചിറ ക്ഷേത്രത്തിൽ പ്രസംഗിച്ചിട്ട് 2 മാസം കഴിഞ്ഞ് ഞാൻ അറിയുന്നു എന്റെ മണിയേട്ടൻ പാലക്കാട്ടുകാരൻ എവിടെ വെച്ച്? മലേഷ്യയിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു. കൊക്കിന് വെച്ചത് കുളക്കൊഴിച്ചു കൊള്ളുന്നു. അതല്ലേ ജീവിതം? അതിനല്ലേ യൗവനം? അതിനല്ലേ നമ്മൾ ഓടുന്നത്? അതിനല്ലേ നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ, നമസ്കാരം ഇവിടെ ഇരിക്കുന്നവരോടാ ചോദിക്കണത്. നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന അയ്യുൽ അഅമാലു അഹബ്ബു ഇലല്ലാഹി തആല. ഇതൊക്കെ ആയത്തും ഹദീസുമല്ലേ? അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടേതാ? അസ്സലാത്തു ലിവഖ്തിഹാ. നിസ്കാരം അതിന്റെ വക്തിന് ഞാനും നിങ്ങളത് നിർവഹിക്കുന്നുണ്ടോ? 1. 2, ഞാനും നിങ്ങളും ഖുർആനും സുന്നത്തും സഹാബികളുടെ ചരിത്രവും ശരിക്ക് പഠിക്കുന്നുണ്ടോ? കിതാബിയായി, ഖുർആനികമായി, സുന്നത്തുപരമായി.
അതേ വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 34. നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഖുർആനും സുന്നത്തും പാരായണം. സംഗീതമല്ല, സിനിമയല്ല, സീരിയലല്ല, കാർട്ടൂണല്ല, കവിതയല്ല, നാടകമല്ല, ചിത്രീകരണമല്ല, നൃത്യങ്ങളല്ല, ഖുർആനും സുന്നത്തും. അതുണ്ടോ മുജാഹിദുകളുടെ വീടുകളിൽ? അമാൻ മൗലവിയുടെ പരിഭാഷ ഉണ്ടോ? ഉമർ മൗലവിയുടെ പരിഭാഷ ഉണ്ടോ? ചെറിയ മുണ്ടത്തിന്റെയും കുഞ്ഞു മുഹമ്മദ് മദനിയുടെയും ഒറ്റവാള്യമുണ്ടോ? ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടോ? സഹീഹ് മുസ്ലിം ഉണ്ടോ? ബുഖാരി ഉണ്ടോ? 2000-ഓളം ഹദീസുകളുള്ള ആ മഹത്തുക്കളുടെ പൂങ്കാവനമുണ്ടോ? ഉണ്ടോ? എവിടെ? എവിടെ? അടുത്ത ചോദ്യം, നമ്മളെല്ലാ ഘട്ടത്തിലും ഏതേത് ഘട്ടത്തിലും എന്റെ റബ്ബെന്നെ കാണുന്നു എന്ന നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണോ? പടച്ചോനെ ഭയപ്പെടുന്നവരാണോ? അലം യഅലം ബിഅന്നല്ലാഹ യറാ 96-ാം അധ്യായം 14-ാമത്തെ വചനം. എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഗൾഫിൽ കഴിയുന്ന ഭർത്താവിനെ ചതിച്ചിട്ടുണ്ടോ പെണ്ണെ? കാനിതാതുൻ ഹാഫിദാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിദല്ലാഹ്. ചുറ്റും കറുത്ത തപോമയമായി ഇരുൾമുറ്റും ഇരവിതിലേക്കാകുകയാണ് ഞാൻ. കൂട്ടിനൻ തോഴനില്ലായികയാൽ എൻ നിദ്ര പറന്നു പോയോ. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് മറ്റൊരു പുരുഷനെ പങ്കുവെച്ച പെണ്ണെ, ഈ സദസ്സിലുണ്ടോ നീ? എങ്കിൽ നീ ചോദിക്കേ, എല്ലാ സമയവും എന്റെ റബ്ബിനെ എനിക്ക് ഭയപ്പെടാൻ കഴിഞ്ഞുവോ? നാലാമതായി, എനിക്ക് ശിർക്കിനോട് വെറുപ്പുണ്ടോ? അതുപോലെ എനിക്ക് ബിദ്അത്തിനോട് വെറുപ്പുണ്ടോ? എനിക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് അടാതെ ഇഷ്ടമുണ്ടോ? സ്നേഹമുണ്ടോ? നിങ്ങൾ മാതാപിതാക്കളോട് കടമകൾ നിർവഹിച്ചുവോ? ഭാര്യമാരോട് കടമകൾ നിർവഹിച്ചുവോ? നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ ഭാര്യ അവളുടെ വീട്ടിൽ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ടോ? എങ്കിൽ പോകണേ, തിരിച്ചു പോകണേ, നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകണേ. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. മക്കളെ താലോലിച്ച്, മക്കളെ താരാട്ടുപാടി ഉമ്മ വെച്ച് ചുംബിച്ചുണർത്തിയ അല്ലാഹുവിന്റെ റസൂലിനെ നാം മാതൃകയാക്കണേ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ ഹൗദുൽ കൗസറിൽ നിന്ന് റസൂലിന്റെ തൃക്കരങ്ങളെ കൊണ്ട് പാനം ഭുജിക്കാൻ അല്ലാഹുവേ ഈ സ്റ്റേജിലുള്ള മുജാഹിദിന് കഴിയുമോ? ഈ സദസ്സിലുള്ള മുജാഹിദുകളെ നമുക്ക് സാധിക്കുമോ? നമ്മുടെ മക്കളോട് നമ്മുടെ സ്നേഹം, നമ്മുടെ കടപ്പാട് മഹാനായ സയ്യിദ് മൗലവി രണ്ടത്താണി മർഹൂം, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിന് അധിക സമയം വീട്ടിലിരിക്കാൻ കഴിയില്ല. തൗഹീദ് പ്രചണ്ഡമായി 30 ദിവസവും ഡേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഞാൻ പലപ്പോഴും അത് ഓർക്കാറുണ്ട്. കുറഞ്ഞ സമയമായിരിക്കും വീട്ടില്. മക്കൾക്ക് ഉത്സവമായിരുന്നു, മക്കൾക്ക് സമ്മേളനമായിരുന്നു. വാപ്പാന്റെ മടിത്തട്ടിൽ, വാപ്പാന്റെ തലയിൽ, വാപ്പാന്റെ താടിയിൽ മക്കൾ കളിച്ചു. ഭാര്യ അതിൽ സന്തോഷം കണ്ടെത്തി. എന്റെ ഭർത്താവ് അള്ളാന്റെ മാർഗത്തിൽ മനുഷ്യർക്ക് നന്മ പറഞ്ഞു കൊടുക്കാനാ പോണത്. ഞാൻ സഹിക്കേണ്ടവളാണ്, ഞാൻ സമ്മതിക്കേണ്ടവളാണ്, ഞാൻ സന്തോഷിക്കേണ്ടവളാണ്. എന്റെ ഭർത്താവ് എന്റെ കൂടെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ, അവിടെ മാക്സിമം ഞാൻ എന്റെ ഭർത്താവിന് സന്തോഷം നൽകേണ്ടവളാണ്. സുബ്ഹാനല്ലാഹ്. ഇതല്ലേ മതം? ഇതല്ലേ മതം? ഈ മതമല്ലേ സുരക്ഷിതമായ മതം? തീർന്നില്ല. അതെ, അനുജനോട് നന്നായി പെരുമാറുന്ന ഒരു ജ്യേഷ്ഠനാണോ നീ? പെങ്ങന്മാരോട് നന്നായി പെരുമാറുന്നവനാണോ? നിങ്ങൾ കച്ചവടത്തിൽ സത്യസന്ധരാണോ? ഇടപാടുകളിൽ സത്യസന്ധരാണോ? ആയത്തുദ്ദീൻ നിങ്ങൾ പാലിക്കുന്നുണ്ടോ? നിങ്ങൾ നല്ല ഒരു അയൽവാസിയാണോ? അതെ, നിങ്ങളൊരു നല്ല കൂട്ടുകാരനാണോ? സാമ്പത്തിക രംഗവും ഇടപാടുകളും ക്ലിപ്തമാണോ? അതെല്ലാം ക്ലിയർ ആണോ? നിങ്ങൾ ഇബ്രാഹിം നബിയെ പോലെ സ്നേഹ ബഹുമാനങ്ങളോടെ ബൗദ്ധൈവ വിശ്വാസിയായ ബാപ്പയെ പോലും ഉപദേശിച്ച ആ ഇബ്രാഹിം നബിയുടെ മാതൃക നിങ്ങൾക്ക് പിൻപറ്റാൻ സാധിക്കുമോ? നിങ്ങൾ ലുക്മാനുൽ ഹക്കീമിനെ പോലെ യാ ബുനയ്യ എന്ന് വിളിച്ച് മക്കളെ ഉപദേശിക്കാറുണ്ടോ? നിങ്ങളുടെ വേഷവിധാനങ്ങളിൽ നിങ്ങൾക്ക് ഇസ്ലാമുണ്ടോ? ആലോചിക്കേണ്ട പോയിന്റാണ് പുരുഷന്മാർ. സ്ത്രീകളോട് സ്നേഹപൂർവം ചില വാചകങ്ങൾ ഞാൻ കുറിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഭർത്താക്കന്മാരെ കൃത്യമായി അനുസരിച്ചിട്ടുണ്ടോ? പ്രവാചകൻ മിഅ്റാജിന്റെ